ചാർലി കിർക്ക്. ഈ പേര് ഒരുപക്ഷെ അമേരിക്കൻ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവർക്ക് അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ അമേരിക്കയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ യുവമുഖമായിരുന്നു ചാർലി കിർക്ക്. പ്രത്യേകിച്ചും യുവത്വത്തെ സ്വാധീനിക്കുന്നതിൽ കിർക്കിനുള്ള പങ്ക് ചെറുതല്ലായിരുന്നു. 2025 സെപ്റ്റംബർ 10 യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവെപ്പിൽ വെറും 31-ാം വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല. രാഷ്ട്രീയ കൊലപാതകം എന്ന് പല പ്രമുഖരും ഇതിനെ വിശേഷിപ്പിച്ചത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആരാണ് ഈ ചാർലി കിർക്ക്? 1993 ഇല്ലിയോണീസിൽ ജനിച്ച ചാർലി കിർക്ക് 18-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി. 2012 അദ്ദേഹം ടേണിംഗ് പോയിന്റ് USA എന്ന ലാഭരഹിത സംഘടന സ്ഥാപിച്ചു. യുവതലമുറയെ കൺസർവേറ്റീവ് ആശയങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ടേണിംഗ് പോയിന്റ് USA രാജ്യത്തെ ഏറ്റവും വലിയ വലതുപക്ഷ യുവജന പ്രസ്ഥാനമായി വളർന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തിന്റെ മുൻനിര പോരാളികളിൽ ഒരാളുമായി കിർക്ക് മാറി. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനായി യുവ വോട്ടർമാരെയും ന്യൂനപക്ഷ വോട്ടർമാരെയും ആകർഷിക്കുന്നതിൽ കിർക്കിന്റെ സംഘടന വലിയ പങ്കുവഹിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ 52 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹം ദി ചാർലി കിർക്ക് ഷോ എന്ന ജനപ്രിയ പോഡ്കാസ്റ്റിലൂടെയും റേഡിയോ പ്രോഗ്രാമിലൂടെയും ലക്ഷക്കണക്കിന് ശ്രോതാക്കളിലേക്ക് എത്തി. ഫോക്സ് ന്യൂസ് പോലുള്ള പ്രമുഖ ചാനലുകളിൽ അദ്ദേഹം സ്ഥിരം അതിഥിയായിരുന്നു. സംസ്കാരം, വംശം, ലിംഗഭേദം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ കിർക്ക് നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് ധാരാളം ആരാധകരെയും അതേസമയം ശക്തമായ എതിരാളികളെയും നേടിക്കൊടുത്തു. ഒരു ഭരണപരമായ പദവികളും ആഗ്രഹിക്കാതെ അമേരിക്കൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് കിർക്ക് പ്രവർത്തിച്ചിരുന്നത്. അപ്രതീക്ഷിത കൊലപാതകം. അമേരിക്കൻ കംബാക്ക് ടൂർ എന്ന പേരിൽ കിർക്ക് സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ച ഈ ദാരുണമായ അപ്രതീക്ഷിതമായ കൊലപാതകം നടന്നത്. വെടിവെപ്പ് നടക്കുമ്പോൾ കിർക്ക് പ്രൂവ് മീ റോങ് എന്ന പേരിൽ ഒരു തുറന്ന സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു. കൂട്ട വെടിവെപ്പുകളെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും കുറിച്ച് ഒരു വിദ്യാർത്ഥിനിയുമായി സംവദിക്കുന്നതിനിടെയാണ് വെടിയൊച്ച കേൾക്കുന്നത്. ദൃശ്യങ്ങളിൽ വെടിയേറ്റ ഉടൻ കിർക്ക് കഴുത്തിൽ പിടിച്ച് കസേരയിൽ നിന്ന് താഴേക്ക് വീഴുന്നതും പരിഭ്രാന്തരായ ആളുകൾ ചിതറി ഓടുന്നതും കാണാം. യൂണിവേഴ്സിറ്റിയിലെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 180 മീറ്ററോളം അകലെ നിന്നാണ് വെടിവെപ്പ് നടന്നതെന്ന് യൂണിവേഴ്സിറ്റി വക്താവ് അറിയിച്ചു. ചാർലി കിർക്കിന്റെ ഭാര്യയും കുട്ടികളും ഉൾപ്പെടെ 3000-ത്തിലധികം പേർ അപ്പോൾ വേദിയിലുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നുവെങ്കിലും ഒറ്റ വെടിയിൽ കിർക്ക് കൊല്ലപ്പെട്ടത് എല്ലാവരെയും ഞെട്ടിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സ്വകാര്യ സുരക്ഷാ സംഘവും ഉണ്ടായിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളിൽ ആദ്യം ആശയക്കുഴപ്പമുണ്ടായി. ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് ആദ്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് FBI ഡയറക്ടർ കാഷ് പട്ടേൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ വ്യക്തിയെ വിട്ടയച്ചതായി അറിയിച്ചു. അന്വേഷണം തുടരുകയാണെന്നും പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടയ്ക്കുകയും ക്ലാസുകൾ റദ്ദാക്കുകയും ചെയ്തു. രാഷ്ട്രീയ കൊലപാതകത്തെ അപലപിച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ നേതാക്കൾ രംഗത്തെത്തി. ഡൊണാൾഡ് ട്രംപ് കിർക്കിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി അമേരിക്കൻ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. മുൻ പ്രസിഡന്റുമാരായ ജോ ബൈഡനും ബറാക് ഒബാമയും രാഷ്ട്രീയ അക്രമങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ചാർലി കിർക്കിന്റെ കൊലപാതകം മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണം യുവ വലതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ്. ഈ ദാരുണമായ സംഭവം അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂമികയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും പ്രതികാര നടപടികൾക്കും വഴിവെച്ചേക്കുമോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുമുണ്ട്.